നമസ്കാരം. ഭിന്നശേഷിക്കാരനായ ബിജു പൗലോസിനും കുടുംബത്തിനും തിരുവനന്തപുരം ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നിർമ്മിച്ചു നൽകിയ ഭിന്നശേഷി സൗഹൃദ മാതൃക ഭവനത്തിന്റെ താക്കോൽദാനം യാത്രികനും മാധ്യമപ്രവർത്തകനുമായ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പ്രതീക്ഷകളിലാണ്. ഗോപിനാഥ് മുതുകാട് തെളിയിച്ച പ്രതീക്ഷ എന്ന വെളിച്ചത്തിലൂടെ ഭിന്നശേഷിക്കാരനായ ബിജുവിനും കുടുംബത്തിനും പുതിയ പ്രതീക്ഷകൾ സൃഷ്ടിക്കുവാൻ കഴിയുമെന്ന് ഉദ്ഘാടനത്തിനിടെ അദ്ദേഹം പറഞ്ഞു. മാനവികതയിലൂന്നിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ മുതുകാട് തന്റെ കർമ്മം ഒരിടത്തു മാത്രം ഒതുക്കാതെ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ തെളിവാണ് 14 ജില്ലകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന ഭിന്നശേഷി സൗഹൃദ വീടുകൾ. ചിന്താശേഷിയുള്ള വ്യക്തിത്വങ്ങൾ മാറ്റങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ സമൂഹം അതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴ വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പറയക്കാട്ടിൽ, പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജോൺ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഷിൻഡോ, ഡിഫറൻറ്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാനറ്റ് മാനേജർ സുനിൽ രാജ് CK തുടങ്ങിയവർ പങ്കെടുത്തു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചെറുപുഷ്പം ജെയ്സിനു വേണ്ടി മകൻ സാം ജെയ്സൺ, എഞ്ചിനീയർ അനൂപ്, സപ്പോർട്ടർ ഔസേപ്പച്ചൻ എന്നിവർക്ക് മൊമെന്റോ നൽകിയും പൊന്നാട അണിയിച്ചും ആദരിച്ചു. ചടങ്ങിൽ ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽ ചെയർ ബിജുവിന് കൈമാറി. സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭിന്നശേഷി സൗഹൃദ മാതൃകാ ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയിലെ ഇടുക്കി ജില്ലാ ഗുണഭോക്താക്കളാണ് ബിജു പൗലോസും കുടുംബവും. റാമ്പ്, വീൽചെയർ, കടന്നുപോകാൻ പാകത്തിൽ വാതിലുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ സവിശേഷതകളാണ്. ആർട്സ് സെന്ററിലെ ഒരു ദിവസത്തെ പരിപാടികൾ കാണാനും അനുഭവിക്കാനും എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടത് തീർച്ചയായും ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതൊരു സെൻറ്ററിൽ നടത്തുന്ന പ്രവർത്തനമാണെങ്കിൽ അത് സമൂഹത്തിലേക്ക് അതേ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ ശേഷികളുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് സൗകര്യപ്രദമായി ജീവിക്കാൻ കഴിയുന്ന അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക. എപ്പോഴും നൂതനമായ ആശയങ്ങൾ മാത്രം പുറത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് സമൂഹത്തിൻ്റെ ആവശ്യമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ചാണ് അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരത്തിൽ ചിന്താശേഷിയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സമൂഹവും ഉണർന്നു തുടങ്ങും. ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങും. കേരളത്തിലും നാട്ടിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. തീർച്ചയായും ഇത്തരം മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ശ്രീ ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള വിഷണറികളിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തെ ഇത്തരം സംരംഭങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം മുന്നിട്ടിറങ്ങുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്രയാണെന്നും എനിക്ക് ഏകദേശം